അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് സ്നേഹം. അതെല്ലാവരും കൊതിക്കുന്ന ഒരു കാര്യമാണ്. ഭാര്യയോടായാലും ഭാര്യ ഭർത്താവിനോടായാലും ഒക്കെ കൊതിക്കുന്ന ഒരു സംഗതിയാണ്. ഒരിക്കലും വിട്ടുപിരിയാത്ത സ്നേഹം. നിങ്ങളോട് സ്നേഹം കൂടാൻ അവർ ആഗ്രഹിക്കും ഈ പറയുന്ന കാര്യം ചെയ്താൽ. പിണക്കങ്ങൾ മാറി സ്നേഹം കൂടാൻ, ഹൃദയങ്ങൾ തമ്മിൽ അടുക്കാൻ കഠിനമായ, ഒരിക്കലും വേർപിരിയാത്ത കഠിനമായ സ്നേഹം ലഭിക്കാൻ കുറച്ച് ടിപ്സുകളാണ്, ഇസ്ലാമികമായ ടിപ്സുകളാണ് പറഞ്ഞു തരുന്നത്. വേർപിരിയാനാവാത്ത വിധം കഠിനമായി സ്നേഹിക്കാൻ, അതുപോലെ മഹാബുദ്ധിമാനാകാനൊക്കെ വേണ്ടിയിട്ടുള്ള ടിപ്സാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. വീഡിയോ അറിയാത്ത ആളുകളിലേക്ക് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ അൽഹംദുലില്ലാഹ്, ഖൈറാണല്ലോ. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 2 ആത്മീയ ടിപ്സുകളാണ് പറയുന്നത്. ഷെയ്ഖ് അഹ്മദ് ദൈറബി തങ്ങളുടെ മുജറബാത്ത് ദൈറബി എന്ന കിതാബുള്ള വിഷയമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരുന്നത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, മക്കൾക്കിടയിൽ, മാതാപിതാക്കള് മക്കൾക്കിടയിലൊക്കെ വേർപ്പെടുത്താനാവാത്ത വിധം മുഹബത്തിലാവാൻ, ഇഷ്കിലാവാൻ, സ്നേഹത്തിലാവാൻ, കഠിനമായ സ്നേഹമുണ്ടാകാനുള്ള വഴികളാണ് പറയുന്നത്. മോശമായ ഉദ്ദേശത്തോടെ മറ്റുള്ളവരെ വശീകരിക്കാനോ മറ്റോ ഇത് ഉപയോഗപ്പെടുത്തരുത്. അത് വലിയ നഷ്ടമാണ് ഉണ്ടാവുക. ഉദ്ദേശം തെറ്റിയാൽ ഫലം നേരെ ഓപ്പോസിറ്റ് ആകുമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഉണർത്തുകയാണ്. ഡേഞ്ചറുള്ള കാര്യം തന്നെയാണ്. ചെയ്യേണ്ട കാര്യം, ഒരു പാത്രം വെള്ളത്തിൽ 786 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എല്ലാവർക്കും അറിയുന്നതാണ്. 786 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞു മന്ത്രിച്ച് മേൽപ്പറഞ്ഞവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് കുടിച്ച വ്യക്തി അവരെ കഠിനമായിട്ട് സ്നേഹിക്കും എന്നുള്ളതാണ്. വേർപിരിയാനാവാത്ത വിധം ഇഷ്കിലാകും, മുഹബത്തിലാകും ആ വെള്ളം കുടിപ്പിച്ചാൽ. അതുപോലെ ഭാര്യ ഭർത്ത സ്നേഹം കുറഞ്ഞവർ, മക്കൾക്കിടയിൽ ഉണ്ടാകുന്ന അല്ലറ ചില്ലറ സ്നേഹക്കുഴപ്പങ്ങൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ, മാതാപിതാക്കൾക്കിടയിൽ സ്നേഹം കുറഞ്ഞവർ, ഈ കാര്യം നല്ല ഉദ്ദേശത്തോടെ ചെയ്യുക. ഇത് ദുരുപയോഗപ്പെടുത്തരുതെന്ന് പ്രത്യേകം വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് 786 തവണ ബിസ്മി മന്ത്രിച്ച വെള്ളം 7 ദിവസം കൃത്യമായിട്ട് കൊടുക്കുക. ബുദ്ധി കുറവുള്ളവർക്ക്, അതുപോലെ മക്കൾക്കൊക്കെ ബുദ്ധി പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇത് സൂര്യോദയ സമയത്ത് കുടിപ്പിച്ചാൽ അവർ മഹാബുദ്ധിമാന്മാരായി മാറും. പിന്നെ കേട്ടതൊന്നും എന്ത് ചെയ്യില്ല, അവര് മറക്കില്ല. അത്രയും വ്യത്യാസം അവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, മന്ത്രിക്കുമ്പോൾ ഓരോ 100 വട്ടം എത്തുമ്പോൾ വെള്ളത്തിൽ മന്ത്രിച്ച് ഊതുക. 786 തവണ നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി വരുമ്പോൾ 100 തവണ എത്തുമ്പോൾ വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് എന്ന് പറഞ്ഞ് മന്ത്രിച്ച് ഊതുക, മറക്കരുത്. 7 ദിവസം ഇങ്ങനെ മന്ത്രിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം നന്മ പകരുന്ന ഒരു സ്വതക്കയാണ് ഈ ചാനൽ. നിങ്ങൾക്ക് അറിവുകൾ നിങ്ങളിലേക്ക് എത്തിയതും നിങ്ങൾ കാണാൻ കഴിഞ്ഞതും, അപ്പൊ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ വേണ്ടി ദയവായി ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. കൂടുതൽ ഇസ്ലാമിക ടിപ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക അറിവുകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നന്മയിൽ പങ്കാളിയാകുക. നിങ്ങളുടെ ഓരോ ലൈക്കും നമുക്ക് വലിയ പ്രോത്സാഹനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. സമയത്തിൽ ആരോഗ്യത്തിലെല്ലാം അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. ആമീൻ.